ഹായ്, കൊൽസൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോയുമായിട്ടാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ തന്നെ വേര് പിടിപ്പിച്ച പ്ലാൻസുകളായതുകൊണ്ട് പിടിക്കില്ല എന്നുള്ളൊരു പ്രശ്നമേ വേണ്ട. മണ്ണിൽ തന്നെ നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്ന പ്ലാൻസുകളാണ്. പിന്നെ കൊറിയർ എന്ന് പറയുന്നത് DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത്. പേയ്മെൻറ്റ് മെത്തേഡ് GPay ആണ്. ഇനി പ്ലാൻസ് ഓർഡർ ചെയ്ത് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഒടിഞ്ഞു പോകുകയോ അഴുകി പോകുകയോ ആ പ്ലാൻസിന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ വീഡിയോ എടുത്ത് ഇടുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് കെയർ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വഴി പ്ലാന്റ് അഴുകി പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കൊറിയർ ചാർജ് പ്ലാൻസിന് എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ടതായി വരും. അതിപ്പോൾ പ്ലാൻസ് വാങ്ങുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. നമ്മൾ അയക്കുന്ന പ്ലാൻസിൻ്റെ ബോക്സിനും വെയ്റ്റിനും അനുസരിച്ച് അതിൻ്റെ കൊറിയർ ചാർജിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ 2 പ്ലാൻസ് വാങ്ങുന്നതും 10-12 പ്ലാൻസ് വാങ്ങുന്നതിൻ്റെയും കൊറിയർ ചാർജ് ഒന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ. വർഷം മുഴുവനും എപ്പോഴും സീസൺ ഒന്നും നോക്കാതെ തന്നെ പൂക്കൾ കാണുന്ന അതിസുന്ദരിയായ ഒരു വൈനാണ് ഈ പ്ലാന്റ്. ഇതിലിങ്ങനെ ഓറഞ്ച് പൂക്കൾ നല്ലൊരു ബഞ്ചിലായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല സുന്ദരിയായ ഒരു ഫ്ലവറാണ്. ക്രീപ്പറായിട്ടും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നമുക്ക് ഒരു പോട്ടിലൊക്കെ ഒതുക്കി വളർത്താനും സാധിക്കും. നന്നായിട്ട് പടർത്തി വിട്ട് ആർച്ചൊക്കെ ഉണ്ടാക്കി അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ചെടിയെ വളരെ മനോഹരമായിട്ട് വളർത്താൻ സാധിക്കും. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് 3-4 തൈകൾ ഒരുമിച്ച് ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 75 റുപ്പീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ഒരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്ത് നല്ല വെയിലുള്ളിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാകും. ഇനി ഒത്തിരി പടർന്നു പോകാൻ ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് നല്ല പൂക്കുന്ന DAPയോ NPKയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തന്നെ വേണമെന്നില്ല, നല്ല വെയിലുള്ളിടത്ത് വെച്ചാലും ഇതിലെപ്പോഴും പൂക്കൾ കാണും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അടുത്തതൊരു നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂടിയ സ്പൈറൽ ജിഞ്ചർ ആണ്. ഇതിനെ നമ്മൾ വെരിഗേറ്റഡ് കോസ്റ്റസ് അറേബിക്ക പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. നല്ല മനോഹരമായി ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. ഇതിലൊരു സൈസ് വെള്ള പൂക്കളും ഉണ്ടാകാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മാത്രമേ ഈ വെറിഗേഷൻസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല 4-5 ഒക്കെ തൈകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ബഞ്ചായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ് നമ്മൾ അയക്കുന്നത്. ഇതിന് ഏകദേശം 100 രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഒരു ചുവടിൽ തന്നെ ഒത്തിരി 1, 2, 3, 4 ഒക്കെ തൈകൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. വളരെ ബുഷിയാക്കി നമുക്ക് ഒരു പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. വളരെ പെട്ടെന്ന് പുതിയ തൈകൾ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്ത് വെച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇതിനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞായാലും നമ്മൾ ആ മെസ്സേജിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താനും പറ്റിയ നല്ല ഒരു പ്ലാന്റാണ് സ്പൈറൽ ജിഞ്ചർ പ്ലാന്റ്. ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് അഥവാ സെൻറ്റിപേഡ് പ്ലാന്റ്, പഴുതാരക്കൊല്ലി, പഴുതാരവല്ലി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന നല്ല ഒരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിനെ നമുക്ക് നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ടും വളർത്താം. അതേപോലെ തന്നെ ഏത് തരം ഇൻസെക്റ്റ് കടിച്ചാലും ആ കടിച്ച ഭാഗത്ത് നല്ല ഒരു എരിച്ചിലൊക്കെ ഉണ്ട്. ആ എരിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഇതിൻ്റെ ഇലയും തണ്ടും കൂടിയൊക്കെ ചതച്ച് ആ ചാറൊക്കെ തേച്ച് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് അതിൻ്റെ എരിച്ചിലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്, സ്പൈഡർ പ്ലാന്റ് അഥവാ സെൻറ്റിപേഡ് പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. അപ്പോൾ ഇതിനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നല്ല ഒരു ഓർണമെൻ്റൽ പ്ലാന്റുമാണ്, മാത്രമല്ല ഇതൊരു നല്ല മെഡിസിനൽ പ്ലാന്റുമാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല മെച്ചറായിട്ട് സൈഡിൽ ഇങ്ങനെ മുത്തുകൾ പോലെ വെള്ളയും ഇതേപോലെ നല്ല പിങ്ക് കളറിലൊക്കെയുള്ള മുത്തുകൾ പോലെ സൈഡിൽ ചെറിയ പൂക്കളും ഉണ്ടാകാറുണ്ട്.
പഴുതാര, തേള്, കടന്തൽ മുതലായ ഏത് തരം ഇൻസെക്റ്റ് കടിച്ചാലും അതിൻ്റെ ആ ഒരു പുകച്ചിലൊക്കെ വളരെ നിമിഷ നേരം കൊണ്ട് മാറിക്കിട്ടും. ഇതിൻ്റെ ആ ചാറൊക്കെ ചതച്ച് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ലീഫ് പ്ലാന്റ് ആണ്. ബ്ലഡ് ലീഫ് ഗ്രീൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് ആ പ്ലാന്റ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇതിൽ തന്നെ 2, 3, 4 ഒക്കെ തൈകൾ ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ഒരു പ്രത്യേക ഷേപ്പിലുള്ള ലീഫുകളും അതേപോലെ തണ്ടുകൾ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലുമുള്ള ഒരു പ്ലാന്റാണ് ഇത്. ലീഫി പ്ലാന്റാണിത്. നല്ല ഭംഗിയായിട്ട് ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് ഒരുമിച്ചൊക്കെ നല്ല ലൈൻ പിടിച്ചൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ വെരിഗേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഈ തണ്ടുകളും ഒക്കെ നല്ല പിങ്ക് കളറിലൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. 40 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതൊരു നല്ല വെരിഗേഷൻസോട് കൂടിയ ഒരു പ്ലാന്റാണ് വെരിഗേറ്റഡ് ചൈനീസ് വയലറ്റ്. ഇതാണ് ആ പ്ലാന്റ്. ഇത് നല്ല ബുഷിയാക്കി നമുക്ക് പോട്ടിലും നിലത്തും ഒക്കെ നട്ട് വളർത്താൻ പറ്റും. ഒരു തണ്ട് എവിടെയെങ്കിലും ഒക്കെ മുറിഞ്ഞ് വീണാൽ തന്നെ അവിടെ കിടന്ന് പുതിയ തൈകൾ വളരെ എളുപ്പത്തിൽ ഉണ്ടായി കിട്ടും. അപ്പോൾ ഇതിൽ നല്ല ഇതുപോലുള്ളൊരു ലൈറ്റ് വയലറ്റ് നല്ല മനോഹരമായ പൂക്കളും ഉണ്ടാകാറുണ്ട്. നല്ല സമ്മർ സീസണിലാണ് ഇതുപോലുള്ള പൂക്കൾ ഉണ്ടാകുന്നത്. മഴയത്ത് അങ്ങനെ പൂക്കൾ ഉണ്ടാകാറില്ല. നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകും. നല്ല നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നല്ല വയലറ്റ് കളറിലെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഇത് ഒത്തിരി ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ഒരു ചുവട്ടിൽ തന്നെ ഒത്തിരി തൈകളൊക്കെയുള്ള സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 70 റുപ്പീസാണ്. ഇതിനെ എളുപ്പത്തിൽ ബുഷിയാക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് മുകൾ ഭാഗം ഒരുമിച്ച് പിടിച്ച് നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ നമുക്ക് ഒരുമിച്ച് ഒരു പോട്ടിലോട്ട് നട്ടും കൊടുക്കാം. അപ്പോൾ മറ്റേ ബാക്കിയുള്ള പ്ലാന്റിൽ കുറച്ച് നല്ല പുതിയ ബ്രാഞ്ചൊക്കെ വന്ന് നല്ല തിക്കായി വളരുകയും ചെയ്യും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്ലാന്റിനെ ബുഷിയാക്കി എടുക്കാൻ പറ്റും. നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ മാത്രമേ ഇതുപോലുള്ള വെരിഗേഷൻസ് എല്ലാം ക്ലിയറായി വരികയുള്ളൂ. ഇല്ലെങ്കിൽ ആ ഗ്രീനിഷ് കളറായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കലാത്തിയുടെ ഫാമിലിയിൽപ്പെട്ട മരാന്ത. ഇത് നല്ല ഒരു ഡോർഫ് രീതിയിലുള്ള ഒരു മരാന്തയാണിത്. അധികം വെള്ളമൊന്നും വേണ്ടാത്ത പ്ലാന്റാണിത്. അപ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് തണ്ടുകളൊക്കെ അഴുകാൻ തുടങ്ങും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ്. ഇത് ഡബിൾ ഷൂട്ടഡും ട്രിപ്പിൾ ഷൂട്ടഡും ഉണ്ട്. ഡബിൾ ഷൂട്ടഡ് പ്ലാന്റിന് 80 റുപ്പീസും 3 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റിന് 100 രൂപയുമാണ് റേറ്റ്. അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമ്മൾ ഉടനെ റിപ്ലൈ തരാൻ ചിലപ്പോൾ ഒത്തിരി മെസ്സേജൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് ഇടും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. സ്നോ വൈറ്റ് പ്ലാന്റ് അഥവാ സമ്മർ സ്നോ പ്ലാന്റ് എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത്. നല്ല മനോഹരമായ വെരിഗേറ്റഡ് ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. അതായത് പുതിയതായിട്ട് വരുന്ന ലീഫുകൾ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് പുതിയതായിട്ട് വരുന്ന ലീഫുകൾ നല്ല ഒരു വൈറ്റ് കളറിലായിരിക്കും വരുന്നത്. അത് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ മാത്രമേ ഇങ്ങനെ നല്ല ഒരു വൈറ്റ് കളറിലുള്ള ലീഫുകൾ വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ലീഫ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുക. പ്രൂൺ ചെയ്യുമ്പോൾ പുതിയതായിട്ട് വരുന്ന ലീഫുകൾ ഇതുപോലെ നല്ല വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞൊക്കെ വീണിരിക്കുന്ന ആ ഒരു പ്രതീതിയായിരിക്കും. ഈ ചെടി നല്ല ബുഷിയായിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ലീഫുകളെല്ലാം ഇതുപോലെ വൈറ്റ് മഞ്ഞ് വീണതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്നോ വൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇത് കുറച്ച് നല്ല ഷെയ്ഡഡ് ഏരിയാസിൽ ഇരുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ നല്ല ഒരു വെയിലത്തൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിലുള്ള ലീഫുകൾ ഈ പ്ലാന്റിൽ ഉണ്ടായി വരും. ഇത് ഷെയ്ഡിൽ ഇരുന്നത് കൊണ്ടാണ് ഈ കളറിലോട്ട് ഇരിക്കുന്നത്, നല്ലൊരു ഗ്രീൻ കളറിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഈ പ്ലാന്റിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ വെരിഗേഷൻ ക്ലിയർ ആയി വരികയുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അടുത്ത നമ്മുടെ പ്ലാന്റ് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിങ്കോണിയമാണ്, പിങ്ക് സിങ്കോണിയം. വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളത്തിലിട്ടും അതുപോലെ തന്നെ ഇൻഡോർ ആക്കിയും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, വളരെ എല്ലാവർക്കും നല്ല ബിഗിനേഴ്സിനും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് സിങ്കോണിയം. സിങ്കോണിയം എല്ലാ പ്ലാന്റും തന്നെ വളരെ ഈസി ആക്കി എല്ലാവർക്കും വളർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിങ്ക് പ്ലാന്റാണ് ഇത്. അത്യാവശ്യം നല്ലൊരു ലൈറ്റുള്ളിടത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ പിങ്ക് ലീഫ് ഉണ്ടാകുകയുള്ളൂ. പുതുതായിട്ട് വരുന്ന ലീഫുകളായിരിക്കും ഇതുപോലുള്ള പിങ്ക് കളറിൽ കാണുന്ന നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു സൈസിലുള്ള പ്ലാന്റാണ്, ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത്
മെസ്സേജ് ഇടുക. അടുത്തതൊരു വാട്ടർ പ്ലാന്റ് ആണ്. വർഷം മുഴുവൻ നല്ലൊരു ഗ്രീനറി പച്ചപ്പോട് കൂടി നിൽക്കുന്ന അതിമനോഹരമായ ഒരു വാട്ടർ പ്ലാന്റ് ആണ് പെന്നി വട്ട് അഥവാ കോയിൻ പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്ന ഈ പ്ലാന്റ്. നല്ല നമ്മുടെ കുടങ്ങലിനോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു പ്ലാന്റാണ്. കുടങ്ങലല്ല, ശരിക്കും ഇത് പെന്നി വട്ടാണ്. അപ്പോൾ ഇതിൽ ചെറിയ ഒരു കുഞ്ഞ് വെള്ള അരിപ്പൂക്കളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലൈറ്റുള്ളിടത്താണ് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. നമുക്കൊരു ചതുപ്പിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. നല്ല ഒരു തറയിലും ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരും. പക്ഷേ നമ്മൾ നിലത്തൊക്കെ ഈ പ്ലാന്റ് നടുകയാണെങ്കിൽ ഇത് ഒത്തിരി ഏരിയ വളരെ പെട്ടെന്ന് കവറായി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് പുഴുത് മാറ്റാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. വളരെ പെട്ടെന്ന് ഇത് വലിയ ഏരിയകൾ കവറായി വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഒരു വൈറ്റ് പോട്ടിലൊക്കെ ഇതുപോലെ ഒരു ചതുപ്പ് കൺസിസ്റ്റൻസിയിലൊക്കെ നമ്മളിത് നട്ടു കൊടുക്കുകയാണെങ്കിൽ 10 ദിവസം കൊണ്ടൊക്കെ തന്നെ ഈ ആ പോട്ട് ഫുള്ളായിട്ടും ഇത് നിറഞ്ഞു വരും. ഇൻഡോർ ആക്കിയൊക്കെ നമുക്ക് ഈ പ്ലാന്റ് വളർത്താം. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇൻഡോർ ആക്കി നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തൊക്കെ വെച്ചാലും നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. ഫിലോഡെൻഡ്രോൺ ആണ്. ശരിക്കും ഈ ഫിലോഡെൻഡ്രോണിൻ്റെ എക്സാക്ട് നെയിം ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നല്ല ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. നല്ലൊരു ഓക്സിജൻ ഒക്കെ റിലീസ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീടിൻ്റെ മരത്തിൻ്റെ ചുവടിലോ അതേപോലെ മതിലിലോ അല്ലെങ്കിൽ നമ്മുടെ വോളിലോ വീടിൻ്റെയൊക്കെ വോളിലോ ഒക്കെ വളരെ ഹെൽത്തി ആക്കി മനോഹരമാക്കി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചുവടിലേക്ക് നട്ട് കൊടുത്താൽ മതി. അവിടെ നിന്ന് ഇത് വളർന്ന് വന്നോളും. അതിലെല്ലാം പറ്റിപ്പിടിച്ച് വളർന്ന് വന്നോളും. പിന്നെ നമുക്ക് സപ്പോർട്ട് വെച്ച് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്ങിന് 20 രൂപയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അടുത്തതെന്ന് പറയുന്നത് എപ്പീഷ്യയാണ്. എപ്പീഷ്യ 3 കളർ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല മനോഹരമായി നമുക്കൊരു ഗ്രൗണ്ട് കവറായിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് എപ്പീഷ്യ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എപ്പീഷ്യ. പിങ്ക് ഫ്ലവർ പിടിക്കുന്ന എപ്പീഷ്യകളൊക്കെ എല്ലാം ഏകദേശം ലീഫുകളിലൊക്കെ ഒരു ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് ഒരുപോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ എപ്പീഷ്യ പ്ലാന്റിന് 40 രൂപയാണ്. അപ്പോൾ ഒത്തിരി റണ്ണേഴ്സൊക്കെ ഉള്ള 2-3 റണ്ണേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അടുത്തതും ഒരു എപ്പീഷ്യ പ്ലാന്റ് തന്നെയാണ്. നേരത്തെ കാണിച്ചതിൽ പിങ്ക് ഫ്ലവർ ആയിരുന്നെങ്കിൽ ഇതിലിപ്പോൾ ഉണ്ടാകുന്ന നല്ല ഒരു റെഡ് ഫ്ലവറാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണേഴ്സൊക്കെ ഉള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. 40 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ഹാങ്ങിങ് പ്ലാന്റായും അതേപോലെ ഗ്രൗണ്ട് കവറായും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മരങ്ങളുടെ ചുവടിലുമൊക്കെ ഒത്തിരി പ്ലാന്റുകൾ ഒരുമിച്ച് വെച്ച് നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്ലാന്റും എപ്പീഷ്യയുടെ ഗ്രീൻ വെരിഗേഷൻസോട് കൂടിയ ഒരു പ്ലാന്റാണ്. ഇതിൽ നല്ല ഒരു ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ്. വെരിഗേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതുപോലെ ചുമന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് 1-2 ഒക്കെ റണ്ണേഴ്സൊക്കെ കാണും. അപ്പോൾ ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക. ഇതിനും 40 രൂപയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ. ഇവയിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തൈകളെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെടികളെയും പ്ലാന്റ്സുകളെയും ഒക്കെ കുറിച്ചുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്.